ആദ്യം മദർഷിപ്പ് നങ്കൂരമിട്ടതോടെ വിഴിഞ്ഞത്ത് ഫ്ലെക്സി യുദ്ധം എന്ന ഒരു വാർത്ത കൂടി വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ഫോട്ടോ പതിച്ച ഫ്ലെക്സുകളാണ് വഴി നീളെ. വിജയവഴി വിഴിഞ്ഞം എന്ന് CPM-ഉം ഉമ്മൻചാണ്ടിയെ മറക്കരുത് എന്ന് കോൺഗ്രസും. എന്നാൽ തുറമുഖം സംബന്ധിച്ച സമ്മിശ്ര പ്രതികരണമാണ് പ്രദേശവാസികൾക്ക്. ഒരു ഗുണവും ലഭിക്കില്ലെന്നൊരു വിഭാഗവും വികസനം വരേണ്ടത് തന്നെയാണെന്ന് മറ്റൊരു വിഭാഗവും പറയുന്നു. ഒപ്പം റോഡ് സൗകര്യമില്ലാതെ വീർപ്പ് മുട്ടുകയാണ് വിഴിഞ്ഞം. TV പ്രസാദ് ഇപ്പോൾ കണ്ട കാഴ്ചകളിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, ഫ്ലെക്സ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. മറക്കരുത് കുഞ്ഞുഞ്ഞിനെ എന്നാണ് UDF പറയുന്നത്. മറുഭാഗത്ത് വിജയവഴിയിൽ വിഴിഞ്ഞം എന്നതാണ്. TV പ്രസാദ്, എന്തൊക്കെയാണ് കാഴ്ചകൾ? ഫ്ലെക്സ് യുദ്ധം തുടങ്ങിയോ? അരുൺ പറഞ്ഞതുപോലെ ഫ്ലെക്സ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. CPM കോവളം ഏരിയ കമ്മിറ്റി, SFI കോവളം ഏരിയ കമ്മിറ്റി, CPI കോവളം മണ്ഡലം കമ്മിറ്റി, അങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി ഒരു വലിയ നിര തന്നെ ഫ്ലക്സിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ, ബ്ലോക്ക് കമ്മിറ്റികൾ എല്ലാം പിന്നെ ഇവിടെ ഫ്ലക്സ് വെച്ച് നമുക്ക് കാണാം. ഇവിടെ മാത്രമല്ല അരുൺ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പദ്ധതി പ്രദേശത്തിൻ്റെ പ്രധാന കവാടത്തിലാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്. ഇവിടുന്ന് ഇപ്പോൾ ആളുകൾക്ക് കയറി പോകുന്നതിനൊക്കെ വേണ്ടി ബസ് സൗകര്യമാണ് ഏർപ്പാടാക്കിയത്. നിരനിരയായി ബസ്സൊക്കെ സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. വരുന്ന വഴിയിൽ ഇതുപോലെയുള്ള ഫ്ലക്സ് നിരനിരയായി റോഡിൻ്റെ ഇരുഭാഗത്തുമുണ്ട്. നമുക്ക് കാണാം ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ്. കപ്പൽ തീരമണിയുമ്പോൾ ഓർക്കുന്നു ഞങ്ങൾ അങ്ങയെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി. ഒട്ടും വിടുന്നില്ല. തൊട്ടിപ്പുറം CPM വെച്ചിരിക്കുന്നു അഭിവാദ്യങ്ങളോടെ. CPIM കോവളം ഏരിയ കമ്മിറ്റി. വിജയവഴിയിൽ വിഴിഞ്ഞത്ത് ആദ്യ കണ്ടെയ്നർ ഷിപ്പിന് വരവേൽപ്പ്. അതിൽ പിണറായിൻ്റെ കൂടെ VN വാസവൻ്റെ പടം കൂടിയുണ്ട്. അഹമ്മദ് ദേവർകോവിലൊന്നും ഈ പരിസരത്ത് എവിടെയുമില്ല എന്നുള്ളതാണ്. തൊട്ടപ്പുറം വീണ്ടും ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ. ആഘോഷങ്ങളും ആർഭാടങ്ങളും നടക്കട്ടെ, മറക്കില്ല ഞങ്ങൾ തുറമുഖ ശില്പി ഉമ്മൻചാണ്ടിയെ എന്നുള്ളതാണ്. അതിൽ സുധാകരനുണ്ട്, VD സതീശനുണ്ട്, മറ്റേ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട്. ഇവിടെയും നമുക്ക് കാണാം. പക്ഷേ അദാനിയും സർക്കാരും എല്ലാം ചേർന്ന് വെച്ച ഫ്ലക്സിലും അതിലുള്ളത് മുഖ്യമന്ത്രിയുടെ പടം മാത്രമാണ്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയുടെ പടമോ മറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായുള്ള ആരുടെ പടമോ ഇല്ല. അവിടെയും മുഖ്യമന്ത്രിയുടെ പടം മാത്രമാണ്. പക്ഷേ ഇതിലൊന്നും മിസ്സായി പോകുന്നത് അരുൺ, BJPക്കാരെ കാണാനില്ല എന്നുള്ളതാണ്. BJPയുടെ അതിശക്തമായ സമരമായിരുന്നു പദ്ധതിക്ക് വേണ്ടി നടത്തിയിരുന്നത്. ഒരു ഘട്ടത്തിൽ ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിലുള്ള കടുത്ത സമരം നടക്കുന്ന സമയത്ത് BJP പ്രവർത്തകർ കൂട്ടത്തോടെ ഇവിടെ വന്ന് സമരത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. തൊട്ടപ്പുറം നമുക്ക് CPIയുടെ ബോർഡ് കാണാം. അതിൽ മുഖ്യമന്ത്രിയുടെയും വാസവൻ്റെയും കൂടെ K രാജൻ്റെയും GR അനിലിൻ്റെയും പടം കാണാം. ഇവിടെ നമ്മളൊന്ന് തിരിഞ്ഞാൽ ഇവിടെ മറ്റൊരു സമരം ബോർഡുള്ളത് കുഴിയെണ്ണൽ സമരം. അതിവിടുത്തെ BJPയുടെ നേതൃത്വത്തിൽ ആകെ ഒരു കുഴിയെണ്ണൽ സമരത്തിന്റെ മാത്രമാണുള്ളത്. വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നുമില്ല. ചുറ്റും ഇവിടെ ഒന്ന് കറങ്ങി ഓരോ ഫ്ലക്സും എന്നുള്ളതാണ് അല്ലേ കാര്യം. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ 9.61% സാധ്യതയുണ്ട്, തുകയും കൂടി ഉണ്ട് BJPയുടേത് എന്നതാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ BJP ഈ പദ്ധതിക്ക് നിലപാട് അനുകൂലമായിട്ട് സ്വീകരിച്ചു എന്നതാണ് BJP നേതാക്കളും പറയുന്നത്. എന്തായാലും പോസ്റ്റർ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം TV നേരത്തെ റിപ്പോർട്ട് ചെയ്തത് വഴിയുടെ കാര്യം കൂടി നമ്മൾ പറഞ്ഞു. റോഡ് നോക്കിയാലോ? റോഡിലെ കുഴികളിൽ നിന്നൊരു സമരം കൂടി അവിടെ നടക്കാൻ പോകുന്നുണ്ട്. ഈ 1000-ഓളം ട്രക്കുകൾ ഇങ്ങനെ റോഡിലൂടെ പോകുന്നുണ്ട്. അത് തന്നെയാണ് അരുൺ. അതായത് പലപ്പോഴും നമുക്കറിയാം പല പദ്ധതികളുടെയും ഉദ്ഘാടനം എന്ന് പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ്. പലപ്പോഴും പല പദ്ധതികളും പൂർണ്ണമായി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അങ്ങ് ഉദ്ഘാടനം കഴിയും. അതിൻ്റെ ഇടയിൽ ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണത്. നമ്മൾ നേരത്തെ കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തതൊക്കെ വളരെ കോമഡി ആയിട്ട് കണ്ടിട്ടുണ്ട്. പൊടിവാർന്ന സ്ഥലത്തൊക്കെ ഒരു ചെറിയ വിമാനമൊക്കെ ഇറക്കുന്നത്. അങ്ങനെ പല പദ്ധതികളും പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് കാണാമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് തിരുവനന്തപുരത്തെ പൊളിച്ചിട്ട റോഡുകളുടെ ഒരു ഭാഗം തുറന്നു കൊടുത്തൊക്കെ ഉദ്ഘാടനം ആമാങ്കം നടത്തുന്നത് നമ്മൾ കണ്ടത്. ഒരു പക്ഷേ വിഴിഞ്ഞം പോലെയുള്ള പ്രധാനപ്പെട്ട ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തെങ്കിലും മദർഷിപ്പ് വരുന്നു, ഇനി കണ്ടെയ്നറുകൾ കൂട്ടത്തോടെ വിഴിഞ്ഞം ലക്ഷ്യമാക്കി വരുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി. ഇബ്രാഹിം, ഒന്ന് ഇങ്ങോട്ട് വന്നാൽ, ഇതാണ് ഈ ഭാഗത്തു നിന്നാണ് കണ്ടെയ്നർ ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ഇതാണ് പ്രധാന ഗേറ്റ്. ഇവിടെ നല്ല സൗകര്യമുണ്ട്, നല്ല വീതിയുള്ള റോഡുകളുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് കണ്ടെയ്നർ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ്, ഇബ്രാഹിം ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നാൽ ഈ റോഡ് മാത്രമാണുള്ളത്. അതായത് ഒരു ബസ് അങ്ങോട്ടേക്ക് പോയാൽ മറുഭാഗത്തുനിന്ന് ഒരു കാറ് മാത്രം വരാൻ കഴിയുള്ള ഒരു വഴി. യഥാർത്ഥത്തിൽ തയ്യാറാവേണ്ട റോഡ് ഇതാണ് അരുൺ. ഈ റോഡാണ് നമ്മുടെ 4 വരി പാതയ്ക്ക് മുട്ടേണ്ട റോഡ്. ഈ റോഡിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം.
ഒരു പണിയും പൂർത്തിയായില്ല. വെറും 1 കിലോമീറ്റർ പൂർത്തിയായിരുന്നുവെങ്കിൽ ആ ദേശീയപാതക്കെങ്കിലും മുട്ടുമായിരുന്നു. ഒരു പക്ഷേ നമ്മൾ ഉറപ്പിക്കേണ്ടത് എന്തായാലും കണ്ടെയ്നർ ഉടനൊന്നും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകില്ല എന്ന കാര്യം ഉറപ്പാണ്. ഈ റോഡിൽ കൂടി എങ്ങനെ പോകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയെങ്കിൽ ഈ റോഡിൻ്റെ പണി കൂടി പൂർത്തിയായി, റിംഗ് റോഡിൻ്റെ പണി ഇപ്പോഴൊന്നും തീരില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ആയാൽ മാത്രമേ സെപ്റ്റംബറിൽ കമ്മീഷൻ ചെയ്യുമ്പോൾ ട്രയൽ റൺ എന്ന് പറഞ്ഞാലും ആക്ച്വലി ഈ കണ്ടെയ്നറുകൾ വരുന്നുണ്ട്. 2000-ഓളം കണ്ടെയ്നറുകൾ, ഒരുപക്ഷേ ഇനി 3000, 4000, 5000 മുതൽ 10000 കണ്ടെയ്നറുകൾ വരെ വിഴിഞ്ഞത്ത് വരും. അതിൽ ഒരു 20% റോഡ് വഴിയാണ് പോകുന്നതെങ്കിൽ പോലും 2000 കണ്ടെയ്നറുകൾ ഒരു ദിവസം പോകണമെങ്കിൽ 2000-ഓളം ട്രക്കുകൾ ആ വഴി കടന്നു പോകണം. അപ്പോൾ ഈ സർക്കാർ ചുരുങ്ങിയ പക്ഷം ഈ 10 കിലോമീറ്റർ റോഡെങ്കിലും ഒന്ന് വൃത്തിയാക്കി ഇട്ടിരുന്നെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല, അല്ലേ ടി വി? ഒരിക്കലും ഉണ്ടാവുമായിരുന്നില്ല അരുൺ. കാരണം ഇത്ര വലിയ പദ്ധതി നേരത്തെ തന്നെ ഒരു ഭാഗം ഉദ്ഘാടനം ചെയ്യുന്നു, ഇപ്പോൾ മദർഷിപ്പ് വരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1000-ൻ്റെയോ 10,000-ൻ്റെയോ കണക്കൊന്നും വേണ്ട, ഇതിലൂടെ ഒരു 50 കണ്ടെയ്നർ എങ്ങനെ പോകും അരുൺ? ഒന്ന് നോക്കൂ, 50 കണ്ടെയ്നർ. ഒരു ബസ് പോയാൽ മറുഭാഗത്തെ ഒരു കാറ് മാത്രം വരാൻ പറ്റുന്ന ഇത്രയും ഇടുങ്ങിയ ഒരു റോഡാണ്. ഒരു പക്ഷേ ഇതെങ്കിലും അവർ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ, വെറും 1 കിലോമീറ്റർ മാത്രമാണുള്ളത്, ഇതെങ്കിലും പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു പരിധി വരെ ഇതുവഴി പോകാമായിരുന്നു. ദേശീയപാതയോട് ചേർന്ന് കന്യാകുമാരി ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും പോകാനുള്ള അത്യാവശ്യ സൗകര്യമുണ്ടായിരുന്നു. റിംഗ് റോഡ് വന്നില്ലായിരുന്നുവെങ്കിലും ഇത്ര പ്രധാനപ്പെട്ട പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് അതൊരു രാഷ്ട്രീയ സ്റ്റണ്ടായി നാട്ടുകാർ കണ്ടാൽ അതിനെ ആർക്കും കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. വിഴിഞ്ഞത്ത് നിന്ന് പുറത്തു വരെ വളരെ കൃത്യമായി കണ്ടെയ്നർ എത്താൻ പറ്റും. പക്ഷേ അവിടെ നിന്ന് എങ്ങനെ പോകും എന്നുള്ളത് മറുപടി പറയേണ്ടത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തന്നെയാണ്. ഒരു പക്ഷേ ഇത് വെറും ഉദ്ഘാടന മാമാങ്കമാണോ എന്ന് നാട്ടുകാർ സംശയിച്ചാൽ അവരെങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആനയെ വാങ്ങിക്കും, പക്ഷേ ആനത്തൊട്ടി വാങ്ങിക്കാൻ മറന്നുപോകും. ഇതാണ് പലപ്പോഴും നമ്മുടെ കാര്യത്തിൽ സംഭവിക്കാറുള്ളത്. 20,000-ഓളം 10,000, 20,000 കണ്ടെയ്നറുകളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിലൊരു 1000-ഓ 2,000-ഓ ട്രക്കുകളെങ്കിലും ഒരു ദിവസം വന്നു പോകേണ്ടി വരുന്ന ഒരു റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ടി വി പ്രസാദ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് ആ തുറമുഖത്തോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന ആ തുറമുഖത്ത് നിന്ന് ട്രക്കുകൾക്ക് കണ്ടെയ്നറുമായിട്ട് വരാനുള്ള വഴിയാണ്. ആ വഴി പോലും നമുക്ക് കൃത്യമായിട്ട് നേരെയാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി സെപ്റ്റംബർ മാസത്തിനുള്ളിൽ ഇതൊക്കെ വളരെ വേഗം തന്നെ സാധ്യമാക്കണം. കമ്മീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ശ്രദ്ധയും ഇങ്ങോട്ടായിരിക്കും. ഇത് ട്രയൽ റൺ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാറാം. പക്ഷേ ട്രയൽ റണ്ണിന് മുമ്പൊക്കെ ഈ റോഡുകൾ വൃത്തിയാക്കണമായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? പ്രേക്ഷകർ ആലോചിക്കും, വന്ദേ ഭാരത് വന്നപ്പോൾ പാസഞ്ചർ ട്രെയിനും എക്സ്പ്രസ് ട്രെയിനും പിടിച്ചിട്ടതുപോലെ ഈ കണ്ടെയ്നർ പോകുമ്പം ബസ്സുകൾ പിടിച്ചിടാൻ പറ്റത്തില്ല. അതിനകത്ത് സ്കൂളിൽ പോകുന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ടാവും. ഓട്ടോറിക്ഷ പിടിച്ചിടാൻ പറ്റത്തില്ല, ആശുപത്രി പോകുന്നവരുണ്ടാവും. അപ്പോൾ ചെറിയ വഴിയിലൂടെ ഈ കണ്ടെയ്നറുകൾ ഇത്ര എണ്ണം പോകുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോൾ ഈ റോഡിൻ്റെ വികസനം പരിമിതമാണ് എന്നുള്ളത് ഗുണകരമാകാൻ പോകുന്നത് തമിഴ്നാടിന് കൂടിയായിരിക്കും കേട്ടോ. അതുകൂടി നമ്മളൊന്ന് നോക്കണം. അപ്പോൾ കപ്പൽ അടുപ്പിച്ച കപ്പിത്താൻ ആര് എന്ന ചർച്ചയല്ല വേണ്ടത്, ആ റോഡിൻ്റെ വികസനമാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഔട്ടർ റോഡിലേക്ക് ഒപ്പം തന്നെ നാഷണൽ ഹൈവേയിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡുകളുടെയും പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക. നല്ല മിന്നിത്തിളങ്ങുന്ന കണ്ണാടി പോലുള്ള റോഡൊക്കെ വെച്ചിട്ട് കാണിച്ചു കൊടുക്കണം. ദാ മക്കളെ വരൂ, ഇതാണ് വിഴിഞ്ഞം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം.